രാഷൻ ടോക്സിന് അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ നമ്മളൊരു വീഡിയോ ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നിപ്പോൾ നമ്മൾ രാവിലെ ചെയ്ത കണക്ക് തുടരും സിനിമയുടെ റിലീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ ഡയറക്ടർ തരുൺ മൂർത്തിയുടെ സംഭാഷണമെന്ന് സോഷ്യൽ മീഡിയയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതിനകത്ത് അദ്ദേഹം കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് മലയാളത്തിലെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർസിൽ ആളായിട്ടുള്ള അതിൽ മലയാളത്തിലെ ഏറ്റവും വലിയ താരങ്ങളിൽ ഒരാളായിട്ടുള്ള ലാലേട്ടൻ്റെ ഒരു സിനിമയ്ക്ക് പോലും OTT അതായത് OTTയിൽ നിർമ്മാതാവ് ഉദ്ദേശിച്ച തരത്തിൽ വിറ്റുപോകാൻ സാധിക്കുന്നില്ല സിനിമ. അതായത് ഈ ഒരു പക്ഷേ സിനിമ ഇറങ്ങി ഒരു വലിയ വിജയത്തിന് ശേഷം മാത്രമേ OTTക്കാർ ഈ നിർമ്മാതാവ് അതായത് തുടരും സിനിമയുടെ നിർമ്മാതാവായ രജപുത്ര രഞ്ജിത്ത് പറയുന്ന തുകയ്ക്ക് എടുക്കാൻ സാധ്യതയുള്ളൂ. കാരണം ഇപ്പോൾ അത് വിൽക്കാൻ 35 കോടിയോളം മുതൽ മുടക്ക് വന്നിട്ടുള്ള ഈ സിനിമ വിൽക്കാൻ വേണ്ടിയിട്ട് രഞ്ജിത്തിന് സാധിക്കുന്നില്ല. കാര്യം 35 കോടി മുതൽ മുടക്ക് വന്നിരിക്കുന്ന സിനിമ രഞ്ജിത്ത് പറയുന്ന തുകയ്ക്ക് എടുക്കാൻ OTTയിലെ ഒരു പ്ലാറ്റ്ഫോമുകളിലും തയ്യാറാകുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് നമ്മൾ ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന ഒരു താരത്തിനെ സംബന്ധിച്ച് നമ്മൾ പറയാനാണെങ്കിൽ ദുൽഖറിൻ്റെ ഇതുവരെയുള്ള എല്ലാ സിനിമകളും അതായത് റിലീസിന് മുന്നേ തന്നെ OTT റൈറ്റ് വിറ്റുപോയിട്ടുള്ള മലയാളത്തിലെ ഒരു താരം അതായത് ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന ഒരു മലയാളി താരത്തിൻ്റെ എല്ലാ സിനിമകളും അതായത് മലയാളത്തിലും തമിഴിലും ഹിന്ദിയിലും തെലുങ്കിലും എല്ലാം അദ്ദേഹം അഭിനയിച്ചിട്ടുള്ള സിനിമകൾ പ്രത്യേകിച്ച് മലയാളത്തിലും തമിഴിലും തെലുങ്കിലും എല്ലാം ഉള്ള അദ്ദേഹത്തിൻ്റെ സിനിമകൾ റിലീസിന് മുമ്പേ തന്നെ അതിൻ്റെ OTT റൈറ്റ് വിറ്റുപോവുകയുണ്ടായി. ഇപ്പോൾ ലക്കി ഭാസ്കറിന് തന്നെ OTT റൈറ്റ് നമുക്കറിയാണ്ട് 30 കോടിക്ക് മുകളിലാണ്. അതായത് അതിൻ്റെ നിർമ്മാണ ചെലവെന്ന് പറയുന്നതാണ് അതിൻ്റെ OTT റൈറ്റ് വിറ്റുപോയതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ സകലമാന സിനിമകളുടെയും വിറ്റുപോയിട്ടുണ്ട്. ഇപ്പം നമ്മൾ പറയുന്നത് വെച്ചാൽ ഇപ്പോൾ കാന്ത ദുൽഖർ സൽമാൻ കുറേ നാളിന് ശേഷം അതിൻ്റെ ലക്കി ഭാസ്കറിന് ശേഷം അല്ലെങ്കിൽ ഒരു വലിയൊരു ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം തമിഴിൽ ചെയ്യുന്ന സിനിമയാണ് കാന്ത. അപ്പോൾ പുതിയ വാർത്തകൾ പ്രകാരം കാന്ത ഒരു വലിയ തുകയ്ക്ക് അതായത് നെറ്റ്ഫ്ലിക്സ് സാധാരണ ഒരു സിനിമയ്ക്ക് ഓഫർ ചെയ്യുന്നത് തുകയ്ക്കകത്ത് ഏറ്റവും ഉയർന്ന ഒരു തുകയ്ക്കാണ് കാന്ത സിനിമയുടെ റൈറ്റ് നെറ്റ്ഫ്ലിക്സുകാർ സ്വന്തമാക്കിയിരിക്കുന്നത്. അതായത് കാന്ത റിലീസ് ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പോലും ശരിക്കും പറഞ്ഞാൽ കാന്തയുടെ റിലീസ് ചെയ്യുന്നതിന് വളരെ മുന്നേ തന്നെ നെറ്റ്ഫ്ലിക്സുകാർ കാന്തയുടെ പ്രൊഡ്യൂസേഴ്സ് ആവശ്യപ്പെട്ടിരിക്കുന്ന തുക കൊടുത്ത് അതായത് നമ്മൾ പറഞ്ഞ ലക്കി ഭാസ്കർ 30 കോടിക്ക് വിറ്റെങ്കിൽ അതിലും ഉയർന്ന ഒരു തുകയ്ക്ക് അതായത് കാന്തയുടെ നിർമ്മാണ ചെലവിനെക്കാട്ടിലും വലിയൊരു തുകയ്ക്കാണ് അതിൻ്റെ ഒരു റൈറ്റ് നെറ്റ്ഫ്ലിക്സുകാർ സ്വന്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതെനിക്ക് തോന്നുന്നു ഒരു സിനിമയുടെ റിലീസിന് മുമ്പ് തന്നെ അതിൻ്റെ ഒരു ലാഭം ഉറപ്പാക്കാൻ സാധിക്കുന്ന ഒരു ടേബിൾ പ്രോഫിറ്റ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഉറപ്പാക്കാൻ സാധിക്കുന്ന മലയാളത്തിലെ ഏക താരം എന്ന് പറയുന്നത് ഇന്ന് ദുൽഖർ സൽമാനായി മാറിയിട്ടുണ്ട്. അതായത് ഇപ്പം മമ്മൂക്കയുടെ ചിത്രങ്ങളെക്കുറിച്ച് മമ്മൂക്കയുടെ സിനിമകൾ വിറ്റ് പോകുന്നില്ല എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊന്നും നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല. പക്ഷേ ലാലേട്ടൻ്റെ ഒരു സിനിമയ്ക്ക് ഇത്തരത്തിലുള്ള ഒരു വാർത്തകൾ വരുമ്പോഴത്തേക്ക് താഴോട്ടുള്ള ആൾക്കാരുടെ സിനിമകളൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. പൃഥ്വിരാജിൻ്റെ ആണെങ്കിലും ഫഹദ് ഫാസിൻ്റെ ആണെങ്കിലും ടൊവിനോ തോമസിൻ്റെ ആണെങ്കിലും ഉണ്ണി മോഹൻ്റെ ആണെങ്കിലും എല്ലാവരുടെയും ഇതുവരെയുള്ള സിനിമയും ഇനി റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമയൊക്കെ ഒരു പക്ഷേ നിർമ്മാതാവ് ആവശ്യപ്പെടുന്ന തുക കൊടുത്ത് എടുക്കാൻ ഒരു OTT പ്ലാറ്റ്ഫോമുകളും തയ്യാറാവത്തില്ല. കാര്യം ലാലേട്ടൻ്റെ ഗതി ഇതാണെങ്കിൽ മറ്റുള്ളവരുടെ ഗതി അതിലും മോശം തന്നെയാണ്. ആ സിനിമയൊക്കെ ഇറങ്ങിയിട്ട് തിയേറ്ററിൽ ഒരു വലിയ വിജയമാണെങ്കിൽ മാത്രമേ ഒരു പക്ഷേ നിർമ്മാതാവ് പറയുന്ന തുക കൊടുത്ത് എടുക്കാൻ വേണ്ടിയിട്ട് OTT പ്ലാറ്റ്ഫോമുകൾ തയ്യാറാവത്തുള്ളൂ. അവിടെയാണ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് മലയാളത്തിലെ ഏറ്റവും വലിയൊരു സ്റ്റാർ എന്ന് തന്നെ നമുക്ക് പറയാവുന്നത് അതായത് ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ നമുക്ക് പറയാവുന്ന ഈ പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ എന്ന് നമുക്ക് പറയാവുന്ന ദുൽഖർ സൽമാൻ അതായത് ഒരു ഫാൻ ബേസിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ നമുക്ക് പറയുന്ന ഒരു ക്രൗഡ് പുള്ളർ എന്നുള്ള നിലയ്ക്ക് ഇതെല്ലാം കണ്ടുകൊണ്ടാണ് നെറ്റ്ഫ്ലിക്സ് അല്ലെങ്കിൽ മറ്റൊരു OTT പ്ലാറ്റ്ഫോം ദുൽഖറിൻ്റെ ഏത് സിനിമയുടെ ആണെങ്കിലും റിലീസിന് മുമ്പേ തന്നെ അതിൻ്റെ അവകാശം സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് മത്സരിക്കുന്ന അല്ലെങ്കിൽ അവകാശം സ്വന്തമാക്കുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും നമുക്ക് എപ്പോഴും പറയാൻ പറ്റും ദുൽഖർ സൽമാനോളം പോകുന്ന ഒരു താരമൂല്യമുള്ള ഒരു നടൻ മലയാള സിനിമയിൽ മറ്റാരും ഇല്ല എന്നൊരു പക്ഷേ നമുക്ക് പറയേണ്ടി വരും. അതായത് ദുൽഖർ സൽമാൻ ഇനിയും കൂടുതൽ വളരട്ടെ, ഒരുപാട് വലിയൊരു രീതിയിലേക്ക് മലയാള സിനിമയെ നിലയിൽ മലയാളിയായിട്ടുള്ള ദുൽഖർ സൽമാൻ എത്തിച്ചേരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം.